മഹാഭാരതത്തിലെ ഒരു പ്രസിദ്ധമായ ഭാഗമാണ് കീചകവധം. ഇത് പാണ്ഡവന്മാരുടെ അജ്ഞാതവാസ സമയത്താണ് നടക്കുന്നത്. പശ്ചാത്തലകഥ: പാണ്ഡവർ വനംവാസം കഴിഞ്ഞ ശേഷം അജ്ഞാതവാസം ഒരാണ്ട് പൂർത്തിയാക്കേണ്ടിവരുന്നു. ആ സമയത്ത് അവർ മത്സ്യരാജാവ് വീരാടന്റെ രാജധാനിയായ ഉപപ്ലവ്യനഗരത്തിൽ ഭിന്നരൂപങ്ങളിൽ ഒളിച്ചിരിക്കുന്നു. യുധിഷ്ഠിരൻ രാജാവിന്റെ അസ്ത്രജ്ഞ പന്തുകളി ഗുരു ആയി. ഭീമൻ അടുക്കളക്കാരനായ വല്ലഭൻ. അർജുനൻ ബൃഹന്നള എന്ന സ്ത്രീ രൂപത്തിൽ നൃത്തഗുരു. നകുലൻ സഹദേവൻ കുതിരകളും പശുക്കളും നോക്കുന്ന ജോലി. ദ്രൗപദി സൈരന്ധരി എന്ന പേരിൽ രാജ്ഞിയുടെ ആലങ്കാര ശുശ്രൂഷ. കിചകൻ ആരായിരുന്നു? കിചകൻ വീരാടരാജാവിന്റെ സഹോദരനും സൈന്യാധിപതിയുമാണ്. ബലശാലിയായിരുന്നു, പക്ഷേ ഉഗ്രസ്വഭാവം, അഹങ്കാരം, താത്വികമില്ലായ്മ എന്നിവ കൊണ്ട് ദുർബുദ്ധിയുള്ളവനായിരുന്നു. കഥാസാരാം: കിചകൻ ദ്രൗപദിയെ സൈരന്ധരി കണ്ടപ്പോൾ ആകർഷണം തോന്നി. അവളെ പലതവണ അസഭ്യമായി സമീപിച്ചു, സ്പർശിച്ചു, അപമാനിച്ചു. ദ്രൗപദി അവനിൽ നിന്ന് രക്ഷപ്പെടാൻ ഭീഷ്മനോട് സഹായം ചോദിച്ചു. അപ്പോൾ ഭീമൻ ഒരു രഹസ്യ പദ്ധതി തയ്യാറാക്കി. ദ്രൗപദി കിചകനെ ദേവാലയത്തിലേക്ക് ക്ഷണിച്ചു, അവിടെ താനെ ഒറ്റയായിരിക്കും എന്നു പറഞ്ഞു. കിചകൻ അവിടെ എത്തി, പക്ഷേ കാത്തിരുന്നത് ദ്രൗപദിയല്ല, ഭീമൻ ആയിരുന്നു. വീഡിയോകളെപ്പോലെ ഒരു രൗദ്രമായ പോരാട്ടം നടക്കുന്നു. ഭീമൻ കിചകനെ കൈകൊണ്ട് പൊട്ടി തല്ലി കൊന്നൊടുക്കുന്നു, അവന്റെ ശരീരം ഒടിഞ്ഞു ചിതറി മരിക്കുന്നു.